ഹൈറേഞ്ച് മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണിത്. നിരവധിയായ ഭൂപ്രശ്നങ്ങൾ കൊണ്ടും നിയമപരമായിട്ടുള്ള സാങ്കേതികതകൾ കൊണ്ടും ഈ പ്രദേശത്തെ ഓരോ ദിവസം ചെല്ലുന്തോറും സങ്കീർണതകൾ മുറുകി വരുന്ന സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ എങ്ങും എത്തുന്നില്ല എന്ന സ്ഥിതിവിശേഷം നിലനിൽക്കെ ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇടുക്കി രൂപത സമരമുഖത്ത് വീണ്ടും സജീവമാവുകയാണ്. ഇവിടുത്തെ നിരവധിയായ ഭൂപ്രശ്നങ്ങൾ, പട്ടയ വിഷയങ്ങൾ, CHR വിഷയങ്ങൾ, നിർമ്മാണ നിരോധനം, വന്യമൃഗശല്യം തുടങ്ങി നിരവധിയായ വിഷയങ്ങളാണ് ഇപ്പോൾ ഹൈറേഞ്ച് ജനതയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം പരിഹാരമുണ്ടാകും എന്നുള്ള വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള ഒരു നടപടിക്രമവും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഈ മെല്ലെപ്പോക്കിനെതിരെ സമരമുഖത്ത് ഇടുക്കി രൂപത സജീവമാവുകയാണ്. അതിൻ്റെ ഭാഗമായി 4-ാം തീയതി ചൊവ്വാഴ്ച ഇടുക്കി കളക്ടറേറ്റിലേക്ക് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി രൂപത സമരം സംഘടിപ്പിച്ചിരിക്കുന്നു. പൈനാവിൽ നിന്നും രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമരജാഥ ഇടുക്കി രൂപത മെത്രാൻ അഭിമന്യം മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. AKCCയുടെ രൂപത പ്രസിഡന്റ് ശ്രീ ജോർജ് കോയിക്കൽ നയിക്കുന്ന ഈ സമരജാഥ കളക്ടറേറ്റ് പടിക്കലെത്തുമ്പോൾ സമര സമ്മേളനം ഇടുക്കി രൂപത അധ്യക്ഷൻ അഭിമന്യം മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ് അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രൂപതയിലെ വിവിധ ഭക്ത സംഘടനകളുടെ നേതാക്കളും ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതാണ്. ഹൈറേഞ്ച് പ്രദേശം നേരിടുന്ന ഈ പ്രതിസന്ധികളെ പൊതുസമൂഹത്തിന് മുമ്പിലും ഗവൺമെന്റ് മുമ്പിലും എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇടുക്കി രൂപത നടത്തുന്ന ഈ സമര മുന്നേറ്റം. ഈ സമരപരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ വ്യക്തികളെയും ഏറെ സ്നേഹപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്.